ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇന്ന് ഇപ്പം എൻ്റെ ഒരു കാറിൻ്റെ തന്നെ ഒരു കംപ്ലയിൻ്റ് ആണ്. ഇതിൻ്റെ ആദ്യം റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യാണ്ടായി. ആദ്യം റേഡിയോ ഫാൻ മാറ്റിയിട്ടു. അന്ന് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു, കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ. അപ്പോൾ ഇപ്പം റേഡിയേറ്ററിന് ലീക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ റേഡിയേറ്റർ നമുക്ക് ഊരിയെ നോക്കാൻ പറ്റും. ഇവിടുന്ന് ലീക്ക് എവിടുന്നത് മനസ്സിലാവില്ല. അടിയിൽ നോക്കി അതിൻ്റെ ഓസിനൊന്നും കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല, ലീക്കും കാണുകയൊന്നും കാണുന്നില്ല. അപ്പോൾ റേഡിയേറ്ററിൽ തന്നെയാണ് ലീക്ക് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഊരാം? അതായത് ഇപ്പോൾ എൻ്റെ കേസ് നോക്കി ഇവിടെ വർക്ക്ഷോപ്പിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ വീട്ടിൽ വണ്ടി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ ആളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവം എന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം റേഡിയേറ്റർ ഫാൻ ഊരി. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ലീക്ക് കാണിക്കുന്നത്. എന്തോ തുരുമ്പ് വന്നിട്ട് അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി നമ്മൾ ഊരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വർക്ക്ഷോപ്പിലുള്ള ആളുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നടക്കാത്തൊരു കേസ്, വണ്ടി നിങ്ങളുടെ വീട്ടിൽ തന്നെ കിടക്കുവാണ് എന്നുള്ള കേസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലായിട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ഊരണമെങ്കിൽ നമ്മൾ ആദ്യം വണ്ടിയുടെ ഇത് ഊരണം, ബമ്പർ ഊരണം. ഓക്കെ, അപ്പോൾ ബമ്പർ ഊരണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഊരേണ്ട സ്ക്രൂകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഇവിടെ ഹെഡ്ലൈറ്റ് ഊരുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഊരണ്ടു. ഹെഡ്ലൈറ്റിൻ്റെ സ്ക്രൂ ആണിത് ഊരേണ്ടത്. ഈ ഒരു ബോൾട്ട് ഊരണം. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വരുന്നുണ്ട്, ഇത് ഊരണം. ഇത് ഊരണം. ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, ഇത് ഊരണം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത്, ഇതിൻ്റെ അടിയിൽ, ബമ്പറിൻ്റെ അടിയിൽ ഇവിടെ ആയിട്ടൊരു സ്ക്രൂ വരുന്നുണ്ട്. ഓക്കെ, ആ സ്ക്രൂ ഞാൻ കാണിക്കാം. ഓക്കെ, അത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, ആ സ്ക്രൂ ഊരുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഊരി കഴിഞ്ഞാൽ നമുക്ക് ബമ്പർ ഊരാൻ പറ്റും. പിന്നെ ഇവിടെ 2 ബോൾട്ട് ഉണ്ട്. അത് ഓൾറെഡി ഇവിടുത്തെ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ബമ്പർ ശരിയാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇപ്പം ടൈമില്ലാത്തതുകൊണ്ടാണ്. അത് നോക്കാം. ഇത് ഊരിയതിന് ശേഷം ഇപ്പോൾ 2 സൈഡിലും കേട്ടോ, ഞാനിപ്പം ലെഫ്റ്റ് സൈഡ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ഉണ്ട്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇതിൻ്റെ അടിയിൽ സ്ക്രൂ വരുന്നുണ്ട്. ആ സ്ക്രൂ ഊരുക, എന്നിട്ട് നമുക്ക് ബമ്പർ വലിച്ചെടുക്കാൻ പറ്റും. തവണ ഞാൻ പറഞ്ഞല്ലോ, റേഡിയേറ്ററിൻ്റെ ഫാന് മാറ്റിയിടുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടൊരു സാധനമാണിത്. നല്ല പവറാണ്. നിങ്ങൾക്ക് ചെയ്യുന്നത്. അന്ന് 7000 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾക്ക്, ഡ്രില്ലിംഗ് മെഷീന്, മറ്റേ നെട്ട് ഊരാൻ നല്ല പവർഫുള്ളാണ്. ഇതാണ് എനിക്ക് ഉപകരിച്ചത്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ വീട്ടിലും നല്ല യൂസ്ഫുള്ളാണ്. നെട്ടും ബോൾട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. 7000-ന് പകരം 70,000-ൻ്റെ മുതലാണ് സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതാണ് ഊരുന്നത്. അപ്പോൾ ആദ്യം ടൈറ്റ് ചെയ്ത് നോക്കുക, ലെഫ്റ്റ് ആണോ കറങ്ങുന്നതെന്ന് നോക്കുക. പതിയെ ഞെക്കി കഴിഞ്ഞാൽ സ്ലോ മോഡിൽ നമുക്ക് ഇതിനെ ഊരിയെടുക്കാം. എത്ര പെട്ടെന്ന് കഴിഞ്ഞു നോക്കാം. നമ്മൾ സ്പാനർ വെച്ചിട്ടാണ് അത് എത്ര സമയം എടുക്കുന്നത് മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് എൻ്റെ പണി എത്രയും പെട്ടെന്ന് തീർന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇതുപോലെ ഇതിന് അടിയിൽ ഒരുപാട് ബോൾട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ, കാരണം ഹാമറിങ് പോലുള്ള സംഭവങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയതാണ്. ഓക്കെ, ഇപ്പോൾ 2 ബോൾട്ട് ഊരി. ഇനി നമുക്ക് ഇത് ഊരിയെടുക്കണം. ഇത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്ന് ജസ്റ്റ് തിക്കി കൊടുക്കണം. ഇതൊക്കെ അറിയാവുന്നവരുണ്ടാവും കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ പറയുന്നത്. ഇതിലും കൂടുതൽ അറിയുന്ന വർക്ക്ഷോപ്പിൻ്റെ ആളുകളുണ്ടാവും. പക്ഷെ ഇതറിയാത്തവർക്ക് ഒരു ഹെൽപ്പായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2ഉം കൂടെ നമ്മൾ ഊരി. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലത്തെ സ്ക്രൂ ഊരണം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ സ്ക്രൂ ആണ് ഊരേണ്ടത്. ഞാൻ ഒന്ന് ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്ക്രൂ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇത്തിരി വിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇതുപോലത്തെ സ്ക്രൂ ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം, നല്ല സ്ക്രൂ ആണ് ഇവിടുന്ന് വരുന്നത്. ഓക്കെ, സ്റ്റാറാണ് വരുന്നത് സ്ക്രൂ. കണ്ടോ? അപ്പോൾ ഇതുപോലെ അപ്പുറം ഇപ്പുറം ഞാൻ ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ബമ്പർ ഇളക്കിയെടുക്കാം. ഓക്കെ, അതിനാദ്യം ചെയ്യേണ്ടത് ഈ സംഭവം നമുക്ക് പിടിവെച്ചെടുക്കാം. ഒരു കയ്യിൽ മൊബൈലുണ്ട്, സ്റ്റിൽ നമുക്ക് ശരിയാക്കി എടുക്കാം. മറ്റേ കൈ ഫ്രീ അല്ല. അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാം. അതേപോലെ തന്നെ ഇതാണ് എൻ്റെ മെയിൻ ഇത് കേട്ടോ. മെയിൻ പിടുത്തം വരുന്ന ഇതിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ബമ്പർ താഴേക്ക്. അപ്പോൾ ഇതിൽ ശരിക്കും ശ്രദ്ധിച്ച് പിടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ താഴെ വീണ് പൊട്ടും. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ നമ്പർ പ്ലേറ്റിൻ്റെ 2 സ്ക്രൂ ഊരുക. 2 ഊരണ്ട, ഇങ്ങനെ ചരിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഇൻസൈഡിൽ ഒരു കണ്ടോ, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ആ ഇൻസൈഡിലെ സ്ക്രൂവിൽ അത് നമ്മൾ ഊരണം. അതൊരു സ്ക്രൂ മോഡലാണ് വരുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് ഊരാൻ പറ്റും. അല്ലെങ്കിൽ ടീ സ്പാനർ വെച്ചിട്ട് നമുക്ക് ഊരാൻ പറ്റും. 2 മോഡലിലെ ഒരു ബോൾട്ടാണ് അത് വരുന്നത്. സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തിരിച്ചു കൊടുത്താൽ സംഭവം സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഇത് ഊരി കഴിയുമ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക്. ഓക്കെ, ഇത് നമ്മളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വർക്ക്ഷോപ്പിലേക്ക് ഊരുമ്പോൾ ഇതെന്ത് വലിയ സംഭവമാണ്. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. സിമ്പിളെന്ന് ഞാൻ പറയുന്നില്ല,
പക്ഷേ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ് എമർജൻസി സിറ്റുവേഷനിൽ. എപ്പോഴും മെക്കാനിക്കിനെ തന്നെ കാണിക്കാം, പക്ഷേ ഒരു മെക്കാനിക്ക് വരാത്തൊരവസ്ഥ, ഇപ്പോൾ എനിക്ക് പറ്റിയ പോലൊരു അവസ്ഥ, അതിൽ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണ്. അറ്റ്ലീസ്റ്റ് നിയറസ്റ്റ് വർക്ക്ഷോപ്പിലേക്കെങ്കിലും എത്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇതിനെത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്കുള്ളത് ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട് 10-ൻ്റെ. ഇവിടെ ഒരു 10 വോൾട്ട് ഉണ്ട്, ഇവിടെ ഉണ്ട്. അത് ഈ റേഡിയേറ്ററിൻ്റെ ഈ സ്റ്റേയിൻ്റെ ബോൾട്ടുകളാണ് ഇത്. പിന്നെ ഇത് നമ്മുടെ കണ്ടൻസർ, എ സിയുടെ കണ്ടൻസറും ബാക്കിൽ റേഡിയേറ്ററുമാണ് വരുന്നത്. അത് രണ്ടും ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഈ സ്ക്രൂ വെച്ചിട്ട്. ഈ സ്ക്രൂ വെച്ചിട്ട് ഊരി കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. പിന്നെ നമുക്ക് ഇത് ഊരി കൊടുക്കാം. ഓക്കെ, ഇതിന് ഊരി കൊടുക്കാം. ഉണ്ടോ, അത്രയും ഫാസ്റ്റായിട്ടുള്ള സാധനം. ഹാമറിങ് അടക്കമുണ്ട്, പെട്ടെന്ന് കിട്ടും. സ്ലോ ആയിട്ട് ചെയ്താൽ മതി. എനിക്ക് ഞാൻ ചെയ്ത് അത് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ഊരിയിട്ടുണ്ട്. നമ്മൾ ഈ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന 1, 2, 3, 4 നട്ടുകൾ, ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ എയർ ഫിൽറ്ററിലേക്ക് വരുന്ന ഹോസും കൂടെ ഈ ഒരു ബോൾട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലാമ്പും കൂടെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ കാണിക്കാം, ജസ്റ്റ് ഊരിയിട്ട് കാണിച്ചു തരാം. എ സിയുടെ മറ്റേ റേഡിയേറ്ററിൻ്റെ ഇതുപോലൊരു ബുഷാണ്. ആ ഒരു വൈബ്രേഷൻ കുറയ്ക്കാനുള്ള ബുഷാണ്. നേരിട്ട് കണക്ട് ചെയ്താൽ വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ആ വൈബ്രേഷൻ കുറയ്ക്കുന്ന ടൈപ്പുള്ളൊരു റബ്ബർ ബുഷും കൂടെയാണിത്. ആ ഒരു ക്ലാമ്പാണ് വരുന്നത്. അപ്പോൾ അത് നമ്മളിപ്പം ഈ നോട്ട് ഊരിയപ്പോഴും അതാണ് ലൂസായത്. അതേപോലെ തന്നെ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നമുക്ക് ഇവിടെ അതേപോലത്തെ ഒരു ബുഷ് വന്നിട്ടുണ്ട്. അതും നമ്മൾ ഇപ്പോൾ ഇതുപോലെ തള്ളിയെടുക്കുകയാണ്. നമുക്ക് ഈ പൈപ്പ് ഊരി, ഈ പൈപ്പ് ഊരാ കേട്ടോ, വിട്ടുപോയത്. ഇതിൻ്റെ ക്യാപ്പ് ഊരുക റേഡിയേറ്ററിൻ്റെ. അതിൽ ഈ പൈപ്പ് നമുക്ക് അതുപോലെ ഊരിയെടുത്ത് മാറ്റാം. ഇതാണ് അതിൻ്റെ റിസർവയറിൻ്റെ പൈപ്പ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഊരിയിട്ട് ജസ്റ്റ് മാറ്റാം. ഈ പൈപ്പ് ഞാൻ ഇവിടെ സ്ക്രൂവിൽ ഇവിടെ നമുക്ക് സ്ക്രൂവിൽ ഊരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. സ്ക്രൂ വെച്ചിട്ട് ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഹോസ് നമ്മൾ ലൂസ് ചെയ്ത് കൊടുക്കണം. സിമ്പിളായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി. ഓക്കെ, ഇതുപോലെ നമുക്ക് തള്ളി കൊടുത്താൽ സിമ്പിളായിട്ട് അത് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. സിമ്പിൾ ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞത് കേട്ടോ, അത്ര വലിയ സിമ്പിളൊന്നുമല്ല, മെനക്കെട്ട പരിപാടി തന്നെയാണിത്. പക്ഷെ നമുക്ക് വേറെ രക്ഷയില്ല, വേറൊരു ഓപ്ഷനില്ല. അപ്പോൾ നമ്മൾ ചെയ്തേ പറ്റൂ. പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ ബൈക്കിൻ്റെ വർക്കുകൾ പലതും പഠിച്ചതും ചെയ്യാൻ പറ്റിയതും. സ്വന്തം വണ്ടി പഠിക്കുന്നതിന് ആരോടും ഉത്തരം പറയണ്ടല്ലോ, എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നമ്മൾ സഹിച്ചപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മളത് ഊരിയെടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലാമ്പ് അടക്കം നേരത്തെ പോലത്തെ, നേരത്തെ റൈറ്റ് സൈഡിലായിരുന്നു ഊരിയത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വിത്ത് ഇതിൻ്റെ അഡാപ്റ്റർ വരുന്ന ക്ലാമ്പ് അടക്കം നമ്മൾ ഊരിയെടുത്തു. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് അവസ്ഥ. ഇനി നമുക്ക് ഈ ഓസ് ഇവിടുന്ന് ഊരണം. ഇനി നമുക്ക് ഊരേണ്ടത് ഈ ഓസിൻ്റെ ഈ ഒരു ക്ലാമ്പ് ഊരാനുണ്ട്. ഇത് ഇതേപോലെ പ്ലെയർ കൊണ്ട് ഞെക്കിയിട്ട് ബാക്കോട്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഊരാൻ പറ്റും. എന്നിട്ട് ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്ന് പിറകോട്ട് തള്ളി കൊടുത്താൽ സംഭവം അതിൽ നിന്ന് ഇങ്ങനെ ഊരിപ്പോരും. ഓക്കെ, അപ്പോൾ ഇത് ഊരിയിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ 2 സ്ഥലത്ത് ഇത് ഊരി. ഇപ്പോൾ കണ്ടോ, റേഡിയേറ്ററും ഇതും വേറെയായി. നമ്മുടെ എ സി കണ്ടൻസറും വേറെ വേറെ ആയിട്ടുണ്ട്. ഈ 2 ബോൾട്ടും കൂടെ ഊരിയപ്പോഴും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഇളക്കമുണ്ട് കണ്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ വരുന്ന ഒരു ക്ലാമ്പ് ഉണ്ട്. ഈ ഒരു ക്ലാമ്പ് ഇവിടെ 2 12-ൻ്റെ ബോൾട്ടുണ്ട്. ആ 2 ബോൾട്ട് നമുക്ക് ഊരണം. ഓക്കെ, അത് ഊരി കഴിഞ്ഞാൽ ഈ പീസ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ കിടന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ബോൾട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു ഇത് നമ്മൾ ഊരിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 2 12 ഇവിടെ കണ്ടോ, 12 2 ബോൾട്ട് ഉണ്ടായിരുന്നേ. അത് രണ്ടും നമ്മൾ ഊരിയിട്ട് ഈ ഒരു പീസ്, ഇത് അതിൻ്റെ സപ്പോർട്ടിങ് പീസാണ്. അത് നമ്മളിപ്പോൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, ഇതേപോലെ തന്നെ ഇവിടെയുള്ള ഈ ബോൾട്ടാണ് നമുക്ക് അയക്കാനുള്ളത്. ഇതിൻ്റെ സപ്പോർട്ടിങ് ബോൾട്ടാണ്. എന്നിട്ട് ഈ പീസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് ഈ സപ്പോർട്ടർ ഊരിയിട്ട്
വേണം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഊരാൻ. അതിനിത് ഇവിടെ ഒരു ബോൾട്ടും കൂടെ ഉണ്ട്. ഇന്നലെ ഊരിയപ്പം തന്നെ ലാസ്റ്റ് അങ്ങനെയാണ് മനസ്സിലായി. ഇത് ഇവിടെ ഒരു ക്ലാമ്പുള്ളതുകൊണ്ട് ബാക്കി എല്ലാം ഊരിയിട്ടും കിട്ടിയില്ല. ഇത് ഈ വീല് കഴിഞ്ഞിട്ട് മേളിൽ വരുന്നൊരു ബോൾട്ടുണ്ട് ഇവിടെ, ഞാൻ മാർക്ക് ചെയ്യാം. ഈ ബോൾട്ട് നമുക്ക് ഊരണം. ഇതും കൂടെ ഊരിയാൽ മാത്രമേ നമുക്ക് ഈ പ്ലേറ്റ് താഴേക്ക് കിട്ടുള്ളൂ, വെച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് കാണാം, കണ്ടോ ഇവിടെ അതിന് ഈ ഒരു ബോൾട്ട് ഉണ്ട് 12-ൻ്റെ, ഇവിടെ ഒരു 12-ൻ്റെ ബോൾട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇത് രണ്ടൊന്ന് അഴിച്ചിട്ട് കാണിക്കാം ബാക്കി. നമ്മൾ ഇതിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞതുപോലെ സൈഡിലുള്ള ആ ബോൾട്ടുകളെല്ലാം ഊരി 12-ൻ്റെ 14-ൻ്റെ ബോൾട്ടുകളായിരുന്നു. ഇതൊക്കെ 14-ൻ്റെ ആയിരുന്നു ഈ പ്ലേറ്റിലുള്ളത്. ഇതാണ് നമ്മുടെ ഈ റേഡിയേറ്റർ താഴെ ഭാഗത്ത് ഉള്ള റബ്ബർ ബുഷ്. മേളിൽ ഞാൻ കാണിച്ചല്ലോ 2 ഇതും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഒരു താഴെ വരുന്ന 2 ആയിരുന്നു. മേളത്തെ ഞാൻ നേരത്തെ ഊരിയപ്പം കാണിച്ച പോലത്തെ ആ വീഡിയോയിൽ കാണിച്ച പോലത്തെ ഈ 2 ഇതും വേറൊരെണ്ണം കൂടെയാണ് മേളിൽ വരുന്നത്. താഴെ വരുന്നത് ഇത് കണ്ടോ ഒരു കുറ്റി പോലെ ഉണ്ട്, അതും പ്ലസ് ഇതിൻ്റെ ഈ വലിയ പ്ലേറ്റ്. ഇതെല്ലാം വീലിൻ്റെ സൈഡിലാണ് ഇത് വരുന്നത്. വീലിൻ്റെ സൈഡിൽ ഞാൻ കാണിച്ച ബോൾട്ട് ഇതിലാണ് വരുന്നത് കേട്ടോ. എൽ ഷേപ്പിലുള്ള ലോക്കിംഗ് ആണ് വരുന്നത്, അതിവിടെയാണ്. ഓക്കെ, ബാക്കി ഇത്രയും ബോൾട്ടുകൾ ഊരിയാലാണ് നമുക്ക് ഇവിടെ ബോൾട്ടില്ല. ഈ 4ഉം ഇവിടെ 2, ടോട്ടലി 5 ഊരി കഴിഞ്ഞാലാണ് ഈ പ്ലേറ്റ് കിട്ടുക. അതുകൊണ്ട് ഊരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, കറക്റ്റ് 5 ബോൾട്ട് ഊരിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതാണ് ഇവിടുത്തെ റബ്ബർ ബുഷ്. ഈ റബ്ബർ ബുഷ് തേഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റുന്നതാണ് നല്ലത്, കാരണം വൈബ്രേഷൻ കുറേ കുറഞ്ഞ് കിട്ടും. ഇത് ചേഞ്ച് ചെയ്യാം. ഇത് അത്ര തേയ്മാനം വന്നിട്ടില്ല, അതുകൊണ്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും മാറി നമ്മൾ ഇതുപോലെ ഈ ബോൾട്ടുകളെല്ലാം ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടോ ഒരു റബ്ബർ ബുഷ് പോലെ വരുന്നുണ്ട്. ഞാൻ മേളിൽ നേരത്തെ കാണിച്ചില്ലായിരുന്നു 2 ഇതും പിന്നെ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഓസ് കൊടുക്കുന്ന ക്ലാമ്പ്. അവിടെ 2 ഈ റബ്ബർ ബുഷാണ് മേളിൽ സപ്പോർട്ട് ചെയ്യുന്നത്. താഴെ ഇതുപോലെ വരുന്നത് കണ്ടോ, ഇത് പറഞ്ഞത് ഇവിടെയാണ് വരുന്നത്. നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ വലത്ത് ഭാഗത്തെ സൈഡിലായിട്ട് ഇങ്ങനെ ഇത് പുറത്തോട്ട് ഇങ്ങനെ കണ്ടിട്ട് വരും കണ്ടോ, ഇതുപോലെയാണ് വരിക. ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ അവിടെ 2 ബോൾട്ടാണ് ഉള്ളത്, 2 12-ൻ്റെ ബോൾട്ടാണ്. ഇവിടെ നമുക്ക് വരുന്നത് 1 2 3 4, പിന്നെ ഞാൻ ഈ കാണിച്ച 5 ഒന്ന് ആ വീലിൻ്റെ സൈഡ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ബോൾട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 5 ബോൾട്ട് മൊത്തം ഊരിയാലേ നമുക്കിത് കിട്ടുള്ളൂ. ഞാൻ നേരത്തെ റേഡിയേറ്റർ ഫാനിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഊരിയപ്പോൾ ഇത് കിട്ടുന്നിരുന്നില്ല. ഈ 4 ഊരിയ താഴത്തെ, പക്ഷെ എന്ത് ചെയ്താൽ കിട്ടുന്നില്ല. അങ്ങനെയാണ് ഈ 5ാമത്തെ കാര്യം സൈഡിൽ കണ്ട് ഇത് ഊരിയപ്പോൾ സിമ്പിളായിട്ട് സാധനം ഊരി വന്നു. ഇവിടെയും നമുക്ക് ഒരു റബ്ബർ ബുഷ് ഉണ്ട്. റേഡിയേറ്ററിൻ്റെ താഴത്തെ 2 മേലെ 2 താഴെ 2 ഈ. ഓക്കെ, അപ്പോൾ റേഡിയേറ്റർ താങ്ങുന്ന ബുഷിനെ പറ്റി മനസ്സിലായി. ഇനിയിപ്പം കണ്ടോ റേഡിയേറ്റർ കംപ്ലീറ്റ് ഇത് എ സിയുടെ കണ്ടൻസർ ഓയിലാണ് വരുന്നത്. കംപ്ലീറ്റ്ലി റേഡിയേറ്റർ പോലെ തന്നെയുള്ള ഭാഗം കൂൾ ചെയ്യുന്നത്. ഈ ഫാൻ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എ സിയുടെ തണുപ്പ് കുറയും. ഇതിന് ആദ്യം എ സി ആയിരുന്നു പോയപ്പോൾ എന്താ എ സിയുടെ ബെൽറ്റിൻ്റെ ലൂസ് ഉണ്ടായിരുന്നപ്പോൾ അതാണെന്ന് വിചാരിച്ചു. എന്നിട്ട് ശരിയായില്ല, പിന്നെയാണ് മനസ്സിലായത് ഫാൻ കംപ്ലൈൻ്റ് ആണ്. അതിനുവേണ്ടി ആദ്യം ഊരിയിട്ടു, ഇപ്പോഴാണ് ലീക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് കണ്ടോ കംപ്ലീറ്റ്ലി ഊരി മാറിയിട്ടുണ്ട്. അപ്പം കംപ്ലീറ്റ് ഇത് എന്താ ഫുള്ള് ലൂസായി കിടക്കുക. ഇനി ജസ്റ്റ് നമുക്ക് റാമ്പിലിട്ടിട്ട്, റാമ്പില്ലല്ലോ ഇവിടെ, നമുക്ക് ഇനിയിപ്പം ജാക്കി ലിവർ വെച്ച് ഉയർത്തിയതിന് ശേഷമേ ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ആ സ്പേസ് കിട്ടണമെങ്കിൽ റേഡിയേറ്റർ താഴേക്ക് ഇറക്കാനുള്ള സ്പേസ് വേണം. വർക്ക്ഷോപ്പിലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ് റാമ്പ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു കുഴി പോലത്തെ സ്ഥലം ഉണ്ടെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് പണിയെടുക്കാം. നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അതാണ്, ഇതുപോലെ റാമ്പ് ഇല്ലാത്തത്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് താഴേക്ക് ഇറക്കാമായിരുന്നു. ഇനിയിപ്പോൾ ഇത് പൊക്കണം, ജാക്കി ലിവർ വെച്ച് പൊക്കി സപ്പോർട്ടിങ്ങിന് ഒരു കല്ലും കൂടെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സേഫായിട്ട് അടിയിൽ കിടന്ന് പണിയെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ജാക്കി ലിവറിന് കംപ്ലയിൻറ്റ് വന്നാൽ സ്ലിപ്പായി കയ്യിലൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും റിസ്ക് എടുക്കരുത്. അതുപോലെ എന്തെങ്കിലും കല്ലിൻ്റെ സപ്പോർട്ടൊക്കെ വെച്ച് ചെയ്യാവുള്ളൂ, അതും എമർജൻസി കേസിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് താഴേക്കൂടെ അയച്ചെടുക്കാൻ ജാക്കി വെച്ചൊന്ന് പൊക്കിയെടുക്കാം. വണ്ടി ഒന്ന് പൊക്കിയതിന് ശേഷം ബാക്കി നോക്കാം. അപ്പോൾ നമ്മളിത് ഈ കണ്ടൻസറിൽ നിന്ന് വേർപെടുത്തിയിട്ട് റേഡിയേറ്റർ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, നമ്മളെല്ലാ ബോൾട്ട് ഊരി അവിടെ നിന്ന് എന്നിട്ട് കംപ്ലീറ്റ് താഴേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. കാണാൻ വലിയ പാടാൻ തോന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇത്ര ആക്കിയിട്ടുണ്ട്. ഇനി ഇത് സംഭവം എന്ന് വെച്ചാൽ ഉയർത്തിയിട്ടില്ല. അപ്പോൾ ഉയർത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് താഴേക്ക് ആ സ്പേസ് കിട്ടുള്ളൂ. ഏകദേശം ഇത്രയും ഈ കാണുന്ന അളവിൽ തന്നെ ഉയർത്തിയാൽ മാത്രമേ നമുക്ക് സാധനം പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ലീക്ക് എവിടെയാണെന്ന് നിറച്ച് നോക്കേണ്ടത്. അതും ഞാൻ കാണിക്കാം എങ്ങനെയാണ് ലീക്ക് ചെക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, എന്നിട്ട് നമുക്കത് കൊണ്ടുപോയി അടയ്ക്കണം, ലീക്ക് അടയ്ക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് റീഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അത്യാവശ്യം ഇവിടെയൊക്കെ കുറച്ച് തുരുമ്പൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ വെൽഡ് ചെയ്യണം. നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്താണ് സംഭവം. പിന്നെ ഈ പറഞ്ഞ പോലത്തെ ഇവിടെ വരുന്ന തുരുമ്പ് ഭാഗവും ഇതൊക്കെ അതിലേക്ക് ഫിക്സ് ചെയ്ത് സെറ്റാക്കണം. 2 സൈഡിലും പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു കോട്ടിങ് കൊടുക്കണം. നോർമൽ പെയിൻ്റ് ആയാലും കുഴപ്പമില്ല, ഉള്ളിൽ വരുന്നതല്ലേ.
ഫുൾ മറ്റേ പെയിൻ്റ് ആകുമ്പോൾ അത്യാവശ്യം സ്പാർക്ലിംഗ് പെയിൻറ്റുകളൊക്കെ അടിക്കണമെങ്കിൽ കുറച്ച് കോസ്റ്റ് ആവും. ഇവിടെ നമുക്ക് സാധാരണ ബ്രഷിലായാലും വെൽഡ് ചെയ്യുന്നതിന് ശേഷം ഒരു റെഡ് ഓക്സൈഡ് കോട്ട് അടിച്ചിട്ട് നോർമലി ഒരു വൈറ്റ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ ഉയർത്തിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ എടുത്തിട്ട്, ഇതാണ് റേഡിയേറ്റർ, നമ്മൾ അഴിച്ചെടുത്ത റേഡിയേറ്റർ ഇതാണ്. അപ്പോൾ കുറച്ച് രാത്രിയിലായി, സന്ധ്യ കഴിഞ്ഞു. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ, കുറച്ച് വെളിച്ചക്കുറവുണ്ടാവും. നമ്മൾ നോക്കി, വെള്ളം ഒഴിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇത് കണ്ടോ, അത് കാണിക്കുക. ഇവിടെ കുറച്ച് തേങ്ങയാണ് കേട്ടോ, ഇത് കണ്ടോ. ഇത് നമ്മൾ ഫാൻ വെച്ചപ്പം ഫാനിൻ്റെ ഫ്രണ്ട് സൈഡ് നെട്ട് മോൾട്ടും വരുന്ന സാധനം ഫാൻ ഇതിൽ വരഞ്ഞു ഈ വട്ടത്തിൽ. ആ പുതിയ ഫാൻ വെച്ചപ്പോൾ അതിൻ്റെ ചെറിയ അലൈൻമെൻറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതുപോലെ ഇവിടെ വാഷറൊക്കെ വെച്ച് ചെയ്തായിരുന്നു, പക്ഷേ എന്ത് ചെയ്താലും നടന്നില്ല. ഓക്കെ, അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ ഈ ഏരിയാസ് നോക്കി, ഇവിടെ ഒരു ഹോളായി, ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ചെറുതായിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, അധികം ഒരഞ്ഞിട്ടില്ല, അധികം ഓടിയിട്ടില്ല പിന്നെ വണ്ടി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു മെയിൻ റീസൺ. അപ്പോൾ ഇവിടെയൊക്കെ ഇത്രയും ഭാഗത്ത് നമുക്ക് ഹോൾസ് ഉണ്ട്, ഇതാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തൊക്കെ ഹോൾസ്, ഈ ഒരഞ്ഞിടത്തൊക്കെ ഹോൾ വന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്തെ ഭാഗത്തും നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇവിടെയും ചെറുങ്ങനെ ഹോൾ വന്നിട്ടുണ്ട്. ഇത് നല്ലോണം ഒരഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഹോളായിട്ടില്ല. നമുക്ക് അത് ഹോളാവേണ്ട ലെവലിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒന്ന് അടച്ചു കൊടുക്കണം, സ്ട്രെയിറ്റ് ആയിട്ട്. എം സിയിലോണ്ട് പറ്റില്ല, അപ്പോൾ ഞാൻ സോൾഡറിങ് ആയതുകൊണ്ട് നോക്കാം. എന്നിട്ട് ഫില്ലാവുന്നില്ലെങ്കിൽ നമുക്ക് നീട്ടി തന്നെ എം സിയിലോണ്ട് ഇത്രയും വേണം ക്ലോസ് ചെയ്യണം. ഇതാണ് ഗ്രില്ല് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എയർ അടിച്ചിട്ടാണ് നമുക്ക് കൂളിംഗ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇത് ഗ്രില്ലാണ്, കംപ്ലീറ്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ ബ്ലോക്കേജ് വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റിൽ നമുക്ക് കുഴപ്പമില്ല. ഇതിന് അത്യാവശ്യം 3500 മേളിൽ റേറ്റ് ഉണ്ട് ഈ ഒരു റേഡിയേറ്ററിന്. പിന്നെ അത് നമുക്ക് ഒറിജിനൽ സാധനം കിട്ടാനും ഉണ്ടാവില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ഇത് ചെമ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നടുക്കും ചെറിയൊരു ഇതുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് സോൾഡറിങ് ആയിട്ട് അടച്ച് നോക്കാം. എന്നിട്ട് പിന്നെ ലീക്ക് ഉണ്ടെങ്കിൽ പിന്നെ വേറെ രക്ഷയില്ല, പുതിയത് മാറ്റുക എന്നല്ലാണ്ട്. അല്ലെങ്കിൽ എം സിയിലും കൂടെ ഇട്ട് നോക്കാം. കൂളിംഗ് കുറച്ച് കുറഞ്ഞാലും നമ്മുടെ കാര്യം നടക്കും. ഓക്കെ, നമുക്കിനി വേണ്ട, ഇതിനിപ്പം ഇതിൽ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എൻഡ് നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട് വെള്ളം കളഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ സോൾഡറിങ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിനൊന്ന് ഈ ഹീറ്റ് ഗൺ കൊണ്ട് നമ്മളൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുകയാണ് ഇന്ന് ആ സ്പേസ്. നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കേണ്ടതാണ്. ഇപ്പോൾ വെയിലില്ലാത്ത സമയമാണ്, ഒരു ദിവസം മുഴുവൻ വെയിലത്ത് വെക്കണം ശരിക്കും പൊതുവേ. അപ്പോൾ ഇത് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണ്, കാരണം വെള്ളത്തിൻ്റെ മേളിലാകുമ്പോൾ ഇത് ഒട്ടൂല. അപ്പോൾ നന്നായിട്ട് ഈ വെള്ളം എങ്ങനെയെങ്കിലും നമുക്ക് ഇതിന് കളയണം, അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ചൂടാവുന്ന സാധനമാണ് റേഡിയേറ്റർ. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ആവിയായിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, ഞാൻ ജസ്റ്റ് കാണിക്കാനാണ് എവിടേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഗ്യാപ്പ് നമ്മൾ നോക്കി ഫോക്കസ് ചെയ്ത് എവിടേക്കാണ് അതിനെ ഒട്ടിക്കേണ്ടത് അത് മുഴുവൻ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഉണക്കിയെടുക്കണം. ഹോട്ട് ഗൺ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കണം, എന്നാൽ മാത്രമേ അത് ശരിയാവത്തുള്ളൂ. ഓക്കെ, ഇതുപോലെ ഞാൻ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ഞാൻ ഓടിക്കാം, ഒന്നും ആവശ്യമില്ല. ഇത് നമ്മൾ ചെയ്യണം, ഇതുപോലെ നമ്മൾ തൊട്ട് നോക്കി വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടെ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. വെള്ളം മുഴുവൻ പോകുന്നുണ്ട്, ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, നന്നായിട്ട് വെള്ളം പോകുന്നുണ്ട്. ഓക്കെ, വെള്ളം പോയിട്ടുണ്ട്. ഇനി നമുക്ക് സോൾഡറിങ് വെച്ചിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് നോക്കാം. അതിനടിയിൽ വെച്ച തെർമോക്കോൾ നന്നായിട്ട് ഒരുക്കി കിട്ടിയിട്ടുണ്ട്. തെർമോക്കോൾ ഒരു ഇതായിട്ട് വെച്ചതാണ്. ഓക്കെ, ഇപ്പോൾ സോൾഡറിങ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്തത് നമുക്ക് ശരിയായില്ല. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് എം സിയിലൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. എം സിയിൽ സെറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ ഓരോ ഹോൾസിൻ്റെയും ഇതിൽ എം സിയിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ഇത് ഹോൾസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എം സിയിൽ ഇപ്പോൾ സെറ്റായില്ല, ഇനി ഒരു 1.5 മണിക്കൂർ ആവും ഇതൊന്ന് സെറ്റ് ആവണമെങ്കിൽ. അപ്പോൾ ബാക്കി ഇത് സെറ്റായതിനു ശേഷം നമുക്ക് ഈ ലീക്ക് ഇതുപോലെ ഇവിടുത്തെ റേഡിയേറ്ററിൻ്റെ ടോപ്പ് പോർഷനിൽ ഇത് ബോട്ടം പോർഷനാണ് വരുന്നത്. ഓക്കെ, ഈ ബോട്ടം പോർഷൻ ഇങ്ങനെ കൈകൊണ്ട് അടച്ചു വെച്ച് ടോപ്പ് പോർഷനിൽ ഞാനിപ്പോൾ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഓസ് വരുന്ന ഏരിയ ആണ്. അപ്പോൾ ഇങ്ങനെ ക്യാപ്പ് ഇട്ട് നമുക്ക് ചരിച്ച് പിടിക്കാം. എന്നിട്ട് ഇതിനകത്ത് കംപ്ലീറ്റ് വെള്ളം നിറയ്ക്കുക. ഇത് നിറയുന്ന വരെ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലും ഹോൾസിൽ കൂടെ ടോപ്പിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഓരോ ഹോൾസിൽ കൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ പോയി മേളിൽ വന്ന് ഈ ഹോൾസ് ഇതിൽ കൂടെയാണ് നമ്മൾ അയക്കുക. ഇത് എഞ്ചിൻ്റെ ഇൻസൈഡിൽ ചേമ്പേഴ്സ് ഉണ്ട്. ആ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റായ വെള്ളം ഇതിൽ വന്ന് റീസൈക്കിൾ ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് ഈ അടിയിലത്തെ ഹോഴ്സിൽ കൂടെ എഞ്ചിൻ്റെ ലെയർലേസ് അതിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടുത്തെ എഞ്ചിൻ്റെ ആ ഏരിയയിലുള്ള ഹീറ്റിനെ സർക്കുലേറ്റ് ചെയ്ത് തിരിച്ച് ഇവിടെ തന്നെ ടോപ്പിലെത്തിക്കും.
അപ്പോൾ അത് ഫാൻ, ഇതിൻ്റെ ബാക്കിലിരിക്കുന്ന ഫാനും ഫ്രണ്ടിൽ വരുന്ന ഗ്രില്ല് വഴിയുള്ള കാറ്റും, ഫാനിൻ്റെ കാറ്റും ഈ കാറ്റും കൂടെ എക്സോസ്റ്റ് പോലെ ഫാൻ വലിച്ചെടുക്കും ഫ്രണ്ടിൽ വരുന്ന ആ ചൂട്. അപ്പോൾ ഇതിനെ കൂൾ ചെയ്തിട്ട് അത് തിരിച്ചയക്കും. ഇതിന് മുന്നിൽ കണ്ടൻസർ വരുന്നത്, എ സിയുടെ കണ്ടൻസർ അവിടെ തന്നെയാണ് വരുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് എ സിയുടെ വർക്കിങ്ങും ഇതിൻ്റെ ഹീറ്റും കംപ്ലീറ്റ്ലി വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഫാന് വർക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ എ സി ഓട്ടോമാറ്റിക്കലി കൂളിംഗ് ഇല്ലാണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ഈ കണ്ടൻസറാണ്, ഇത് റേഡിയേറ്ററും അപ്പുറത്ത് കണ്ടൻസർ, എ സി കണ്ടൻസറും വരും, ഞാൻ നേരത്തെ കാണിച്ച ഭാഗം. ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സോസ്റ്റ് ഫാന് ഒരൊറ്റ ഫാനാണ്, റേഡിയേറ്റർ ഫാൻ തന്നെയാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ എ സിക്ക് കൂളിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും. അതാണ് കൂളിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും നമ്മൾ നോക്കേണ്ടത്. ഫാനും ലൂസാണെന്ന് നോക്കുക, പിന്നെ ഈ ഇവിടുത്തെ ഫാൻ ബെൽറ്റ് ലൂസാണെന്ന് നോക്കുക. അതായത് നമ്മുടെ എ സിയുടെ ഇത് വരുമല്ലോ, എ സിയുടെ കംപ്രസറിൻ്റെ ഫാൻ ലൂസാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഗ്യാസൊക്കെ ലാസ്റ്റാണ് നോക്കേണ്ടത്. ഇങ്ങനത്തെ ഫസ്റ്റ് നോക്കുക, ഈ ഫാനിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ നോക്കുക, ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. നോർമലി ഫാൻ വർക്ക് ചെയ്യില്ല, പക്ഷേ എ സി ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. പിന്നെ ഹീറ്റ് ആകുമ്പോൾ അതിൻ്റെ സെൻസർ വഴിയാണ് ഈ ഫാൻ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ എ സി ഇട്ടില്ലെങ്കിൽ, എ സി ഇട്ട് എന്തായാലും വർക്ക് ചെയ്യും. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് എ സി ഇട്ട് നോക്കുക, വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കുക, ഫാനിൻ്റെ സെൻസർ നോക്കുക, ഡയറക്റ്റ് കൊടുത്ത് നോക്കുക. എന്നിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഫാൻ കംപ്ലയിൻ്റ് ആണ്, ഫാൻ റീപ്ലേസ് ചെയ്യണം. ഇവിടെ ആ ഫാൻ റീപ്ലേസ് ചെയ്യുമ്പോൾ പറ്റിയ പ്രശ്നമാണിത്. ഫാനിൻ്റെ കുറച്ച് അലൈൻമെൻറ്റ് ചെറിയ വന്നു, ഇവിടെ ഉരഞ്ഞിട്ട് ലീക്കായി. അപ്പോൾ ഈ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം പ്രോപ്പറായിട്ട് പോകാണ്ട് ലീക്കാവുമ്പോൾ ആണ് വെള്ളം കുറഞ്ഞു പോയതും വർക്കിംഗ് ഇല്ലാണ്ടായതും. അപ്പോൾ വെള്ളം ഇല്ലാണ്ടായപ്പോൾ ഹീറ്റായി, അതിന് വണ്ടി സ്റ്റാർട്ടാവാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ ആ പ്രോസസ്സ് ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ഈ പോർഷനിൽ വെള്ളം ഒഴിച്ച് വെക്കുക, ഈ താഴത്തെ പോർഷൻ കൈ കൊണ്ട് അടച്ച് വെക്കുക, എന്നിട്ട് കുറച്ച് നേരം വെച്ച് വെക്കുക, വെള്ളം ഒന്ന് തലയിരിച്ചൊക്കെ ഇട്ട് നോക്കുക, അടച്ചു വെച്ചുകൊണ്ട് തന്നെ. എന്നിട്ട് ലീക്കില്ലെങ്കിലാണ് നമുക്കത് ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി റീഫിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ച് നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു ദിവസത്തേക്ക് വെച്ച് ഇന്നലെ രാത്രിയിൽ ഒട്ടിച്ചിട്ട് രാവിലത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കത് നോക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അടിയിൽ ഒരു തെർമോക്കോൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ, വൺ സൈഡിൽ ഇവിടുത്തെ ഈ ഹോള് അടച്ചു വെച്ചിട്ട് ഇപ്പുറത്തെ റേഡിയേറ്റർ ക്യാപ്പ് വഴി നമുക്കിതൊന്ന് ഒഴിച്ച് നോക്കാം. വെള്ളം എങ്ങനെ കയറുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു സൈഡ് അടച്ച്, ഈ സൈഡ് ഞാൻ അടച്ച് കാണുന്നില്ല നമുക്ക്. ഓക്കെ, എന്നിട്ട് ക്യാപ്പ് വഴി വെള്ളം ഒഴിക്കാം കേട്ടോ. എനിക്ക് രണ്ട് സൈഡും കൂടെ ഒരുമിച്ച് കാണിക്കാൻ പറ്റുന്നില്ല. ഈ സൈഡ് ഞാൻ അടയ്ക്കുകയാണ് ഇങ്ങനെ. എന്നിട്ട് ഇതിലൂടെ വെള്ളം ഒഴിക്കുകയായിരുന്നു. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പുറത്താവരുത്, കാരണം ഇതിൻ്റെ മേളിൽ വെള്ളം ലീക്ക് ഉണ്ടോ പറ്റുമോ എന്ന് മനസ്സിലാവണമെങ്കിൽ പുറത്തൊട്ടും ആവാത്ത രീതിയിൽ വേണം ഒഴിക്കാൻ. ശ്രദ്ധിക്കുക. ഇത് കംപ്ലീറ്റ് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഇപ്പം നിറഞ്ഞ് കാണുന്നുണ്ട്, ലീക്കൊട്ടും ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ലീക്കൊന്നും കാണുന്നില്ല. ഈ സൈഡ് ഞാൻ നോക്കിയപ്പോൾ എയർ കുടുങ്ങിയിട്ടാന്ന് തോന്നുന്നു, ഇങ്ങോട്ട് വന്നില്ല. ഇത് ഗ്യാപ്പ് ഇട്ടപ്പോൾ അങ്ങനെ ഞാൻ ഇതിലൂടെ നോക്കിക്കൊണ്ട് തന്നെ ഒഴിക്കുകയാണ്. അവിടെ നിറയുന്നതിനനുസരിച്ച് ഈ സൈഡിലൂടെ നിറഞ്ഞു വരുമ്പോൾ നമുക്ക് നിർത്താം. അത് ശ്രദ്ധിക്കണം, കാരണം ഈ നടുക്ക് സെൻറ്റർ പോർഷനിൽ വെള്ളം ആവരുത്, ലീക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാവില്ല. അമർത്തി വെക്കരുതെന്നാണ് അതിൻ്റെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേട്ടോ. എയർ കുടുങ്ങിയിട്ട് പുറത്ത് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോർഷനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഞാൻ ജസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. ഫുള്ള് നിറയുമ്പോൾ ലീക്ക് ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കണം. അത് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നിന്ന് തീരെ ലീക്കില്ല, ലീക്കൊന്നും കാണുന്നില്ല ഇപ്പോൾ. ഓക്കെ, ഞാൻ ജസ്റ്റ് ടോർച്ച് ഓണാക്കി. രാവിലെ ഇപ്പോൾ 6 മണിയായിട്ടുള്ളൂ, അതുകൊണ്ട് വെളിച്ചക്കുറവുണ്ട്. പിന്നെ നമുക്ക് നോക്കാം. നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് വരുന്ന ഗ്രില്ലിലൂടെ വരുന്ന ഈർപ്പം എന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിന്. ചെറിയ രീതിയിലുള്ളതാണെങ്കിലും നമുക്ക് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എമർജൻസി ആയിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല ഇതിന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തും വെള്ളമുണ്ട്, ഇതിലും വെള്ളമുണ്ട്. ഇതിലൂടെ ഇപ്പോൾ തീരെ ലീക്കില്ല. ഞാനിങ്ങനെ അടച്ചു വെച്ചിട്ട് കുത്തനെയൊക്കെ വെച്ച് നോക്കി, കുഴപ്പമൊന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ സംഭവം സെറ്റാണ്. ഒരു എമർജൻസി കേസിനൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ പുതിയതിന് 3500 രൂപയാണെന്ന് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഇനി ഇതൊക്കെ വെച്ചിട്ടും നമുക്ക് കൂളിംഗ് സിസ്റ്റം ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്തേ പറ്റൂ. ഇപ്പം തീരെ വണ്ടി ഓടാത്തൊരവസ്ഥയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഫിറ്റിങ്ങും കൂടെ കാണിക്കാം. നമ്മളിത് ഫിറ്റ് ചെയ്യാണ്. ഓക്കെ, കുറച്ച് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, വെളിച്ചക്കുറവുണ്ട് നല്ലോണം, മഴയുടെ സമയമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു ഫാനാണ്. ഈ ഫാനിൻ്റെ ഈ രണ്ട് വരഞ്ഞിട്ടായിരുന്നു ആദ്യം ഇവിടെ ഒരു പ്രശ്നമുണ്ടായത്. ഓക്കെ, അപ്പോൾ അലൈൻമെൻറ്റ് ചെറിയ പ്രശ്നമുണ്ട്, വെച്ച ഗ്യാപ്പ് ശരിയായില്ല. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫാൻ ഇങ്ങനെയാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്, തിരിച്ച് ഇതിലേക്ക് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, കണ്ട ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഗ്യാപ്പിൻ്റെ ഒരു ചെറിയ വിഷയമുണ്ട് കേട്ടോ, നടുക്ക് നോക്കുമ്പോൾ ടച്ച് ആടുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മളൊരു ബോൾട്ട് വെച്ച് കൊടുക്കണം. ഏതെങ്കിലും ഒരു നട്ട്, ബോൾട്ടല്ല സോറി, നട്ടിങ്ങനെ എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ട് വെച്ചില്ലെങ്കിൽ അത് അവിടെ പോയി തട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വാഷർ ഇടുക, എന്നിട്ട് കുറച്ച് വലിപ്പം കൂടിയൊരു ബോൾട്ട്, സെയിം സൈസ് ബോൾട്ടല്ല, അത് വെച്ച് ആ ഒരു സ്പേസ് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിട്ട് വേണം ചെയ്യാൻ. അത് നമ്മൾ എല്ലാ സൈഡിലും വാഷർ വെച്ചിട്ട് വെക്കുക. ഞാൻ അത് വെച്ചതിന് ശേഷം നമ്മൾ കാണിക്കാം ബാക്കി. നമ്മളിത് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ 4 എൻഡ് ഇത് കാണാം. ഇവിടെ 4 എൻഡ്, ഈ ഒരു എൻഡ്, അപ്പുറത്ത് ഇവിടെ 2, ഇങ്ങനെ 2 എൻഡ്. ഈ എല്ലാ എൻഡും നമ്മൾ വാഷർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം ആ ഹൈറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ടീ സ്പാനർ കൊണ്ട് 4 ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്നും ഞാൻ ഓവറായിട്ട് കാണിക്കുന്നില്ല, ടൈറ്റ് ചെയ്യാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ 4 ബോൾട്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇടയിൽ ഗ്യാപ്പിൽ ഇവിടെ ആയിട്ടൊരു നട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു നട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തതെന്നുള്ള കാര്യം ഞാനിപ്പം ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ട, ഇവിടെയൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കണ്ട, ഇവിടെ ഉള്ളിലേക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അവിടെ ഫാനിൻ്റെ ഒരു ബ്ലേഡ് വരുന്നുണ്ട്. ഫാനിൻ്റെ ആ ഇത് അവിടെ നമ്മൾ റേഡിയേറ്ററിൽ തട്ടിയിട്ടല്ലേ നേരത്തെ ഹോൾസ് ഉണ്ടായേ. ഞാൻ കറക്കി കാണിക്കാം. കണ്ടോ, ഈ കറങ്ങുന്ന സംഭവത്തിന് ഇപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. നേരത്തെ ആ ഗ്യാപ്പ് ഇല്ലായിരുന്നു. അത് ഈ ബോൾട്ടിൻ്റെ ഗ്യാപ്പാണ്, ഇട്ടിരിക്കുന്ന ബോൾട്ടിൻ്റെ ഒരു ഗ്യാപ്പാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതൊന്നും ജസ്റ്റ് ആരും പറഞ്ഞു തരില്ല, കാരണം അത് അവർ ചെയ്യുന്ന ഓരോ ഐഡിയാസാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ചെറിയ ഗ്യാപ്പ് എക്സ്ട്രാ വന്നെങ്കിലും നമുക്കത് ചെയ്തേ പറ്റൂ. ചിലപ്പോൾ കൂളിംഗ് ആദ്യത്തെ അത്രയും കിട്ടില്ലായിരിക്കും, പക്ഷെ അങ്ങനെ എനിക്ക് പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. സ്റ്റിൽ ഇങ്ങനെ ചെയ്യാനും നമുക്ക് നിവൃത്തിയുള്ളൂ, കാരണം ഇത് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയായാലും 7000 രൂപയുടെ അടുത്ത് ചിലവ് വരും. ഓക്കെ, ഫാനടക്കം. അപ്പോൾ പുതിയ ഒരു സെറ്റപ്പ് ഇപ്പോൾ കിട്ടില്ല, പിന്നെ നമുക്ക് ഒറിജിനൽ കിട്ടാനും ചാൻസ് വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ട്. ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു, 4 ബോൾട്ട് ചെയ്തു. ഇനിയിപ്പം ഇതിനുള്ളിലുള്ള വെള്ളം കളഞ്ഞിട്ട് നമുക്കിത് റീഫിറ്റ് ചെയ്യണം. ബാക്കി ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളിത് കാറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് താഴെ വഴിയാണ് നമുക്കിത് കയറ്റേണ്ടത്. റേഡിയേറ്റർ താഴെ കൂടെ മുകളിലേക്ക് കയറ്റാനേ പറ്റുള്ളൂ. ഇത് അതിൻ്റെ കണ്ടൻസർ, അത് നിങ്ങൾക്കറിയാം. എന്നാലും ഇവിടെ ഞാൻ കെട്ടി വെച്ചായിരുന്നു പിന്നെ. ഓക്കെ, അപ്പോൾ ഇതിവിടെ കെട്ടി വെച്ചാണ്. ഇനി നമുക്കിത് താഴെ കൂടെ, അടിയിൽ കൂടെ തന്നെ ഈ താഴെ പോർഷനിൽ കൂടെ തന്നെ ഇറക്കിയത് അതേപടി തന്നെ നമുക്ക് മുകളിലേക്ക് ഈ പോർഷൻ ടോപ്പിൽ വെച്ചിട്ട് തന്നെ മുകളിലേക്ക് കയറ്റണം, അല്ലെങ്കിൽ ഇവിടെ ലോക്കാവും. അപ്പോൾ ഈ പോർഷൻ തട്ടുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് മേളിൽ ഈ മറ്റേ റേഡിയേറ്ററിൻ്റെ ഈ പോർഷൻ, നമ്മുടെ ഗ്യാപ്പ് വരുന്ന പോർഷൻ തട്ടുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് മേളിൽ കൂടെ താഴേക്ക് ഇറക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ എനിക്ക് കാണിക്കാൻ നിവൃത്തിയില്ല, കാരണം അടിയിൽ കിടക്കുമ്പം വീഡിയോ കാണിക്കാൻ പറ്റില്ല. ഞാൻ മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ബാക്കി കാണിക്കാം. റേഡിയേറ്റർ ഇപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സ്റ്റേ ഇവിടെ വരുന്ന, ഞാൻ ആ റബ്ബറിൻ്റെ വരുന്ന ആ ബുഷ് വരുന്നത് ഇവിടെ കണക്ട് ചെയ്തു. പിന്നെ ഈ ഓസ് തിരിച്ച് കണക്ട് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പം വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഈ സംഭവം ഇതിൻ്റെ അടിഭാഗത്ത് ഈ ബുഷിലേക്ക് കണക്ട് ചെയ്ത് തിരിച്ച് റെഡിയാക്കണം. അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതും കൂടെ ഇടണം. ഇത് രണ്ടുമാണ് അടിയിൽ വരുന്ന ബുഷ് സ്റ്റേ, നമുക്ക് വൈബ്രേഷൻ കുറയ്ക്കുന്ന ബുഷും പിന്നെ അടിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ വയറൊന്നും നിൽക്കുന്നില്ല, എന്ന് വെച്ചാൽ കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അടിയിൽ ആ സ്റ്റേ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ വയറൊന്നും നിൽക്കുള്ളൂ. മേലെ വേറെ കണക്ടിവിറ്റി ഒന്നും വരുന്നില്ല, കാരണം വൈബ്രേഷൻ കുറയ്ക്കാനുള്ള ഒരു മെത്തേഡാണ്. ഈ ബുഷിലാണ് കംപ്ലീറ്റ് ഇരിക്കുന്നത്. താഴെ ഈ ബുഷ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് മേളിലേക്ക് നിർത്തും. ഇവിടെ ഒരു കണക്ടിവിറ്റിയും കൊടുക്കില്ല. ഇവിടെ ആകെയുള്ള പുറത്തേക്ക് തള്ളാണ്ടിരിക്കാനുള്ള ഈ പ്ലേറ്റ്, ഇതിപ്പോൾ നമ്മൾ തിരിച്ച് കണക്ട് ചെയ്തതാണ്. ഇത്രയും ഇതിൽ വരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല കണക്ടിവിറ്റി.
ഈ ബോൾട്ട് ഇവിടെ തിരിച്ചിട്ടു. ഇവിടെ കാണുന്ന പ്ലേറ്റ് ഇവിടെ പ്ലേറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ഇടുമ്പോൾ എനിക്ക് തീരെ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ട് ഇനി ഈ സംഭവത്തിൻ്റെ ഇവിടെ ഇട്ടുള്ള ആദ്യം കാണിച്ച ബോൾട്ടുകളെല്ലാം നമുക്കൊന്ന് തിരിച്ച് ടൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോഴേക്ക് ഇത് വയർന്ന് നല്ല നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2 ബോൾട്ട് ഞാൻ തൊടിയിച്ച് വെച്ചിട്ടേ ഉള്ളൂ ഇവിടെ. അതെന്ന് വെച്ചാൽ ജസ്റ്റ് അലൈൻമെൻറ്റ് ശരിയാക്കാനാണ്. ഫുള്ളി ടൈറ്റ് ചെയ്യരുത്. അടിയിലത്തെ അലൈൻമെൻറ്റ് സെറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് പൊങ്ങി നിൽക്കും. അന്നേരം മാത്രം ഫുള്ളി ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ബോൾട്ടുകൾ നമ്മൾ തിരിച്ചിട്ടു. ഇനി ബാക്കി ഫിറ്റിംഗ് കൂടെ കാണിക്കും. നമ്മൾ അടിയിലത്തെ ഇതൊക്കെ സെറ്റ് ചെയ്തു. ഇത് ഇവിടെ ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നെ ഡ്രില്ല് വെച്ചിട്ട് തന്നെ ചെയ്യാണ്. ടൈറ്റാക്കി കൊടുക്കേണ്ടത് എല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്യണം, എല്ലാം സെറ്റാണെന്ന്. ഇവിടെ ഇത് ഫിക്സ് ചെയ്തു. അടിയിലത്തെ പ്ലേറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മേളത്തെ ഇവിടെ ഞാൻ അലൈൻമെൻറ്റ് സെറ്റാക്കാൻ വേണ്ടി അധികം ടൈറ്റ് ചെയ്യാണ്ട് വെച്ച അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് സെറ്റായിട്ടുണ്ട്. ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ റിസർവെയറിൻ്റെ പൈപ്പ്, ഇതെല്ലാ പൈപ്പുകളും ശ്രദ്ധിക്കണം. കാരണം ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് സെറ്റാവുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇവിടുത്തെ ഈ റിസർവെയർ പൈപ്പ്, പിന്നെ ഈ ടോപ്പിലെ ഈ പൈപ്പ് ഇവിടെ ക്ലിപ്പുണ്ട്, ക്ലിപ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിയിലൊരു പൈപ്പുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇവിടെ ഒരു പൈപ്പുണ്ട്. ഈ പൈപ്പ് ഞാനിവിടെ കണ്ടോ, എവിടെ പോയാ, ഇതാ ഈ പൈപ്പ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് ടൈറ്റ് ആണോ എന്ന് നോക്കണം. അതൊക്കെ ലൂസാവാൻ ചാൻസ് ഉള്ള വൈബ്രേഷൻ വരുമ്പോൾ. ഓക്കെ, ഇത് റാമ്പ് ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ വലിയ പാടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി താഴെ ഭാഗം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം സെറ്റായി, കുലുക്കൊന്നുമില്ല, റബ്ബർ തന്നെ കിടപ്പുണ്ട്, വൈബ്രേഷൻസൊക്കെ ഓക്കെയാണ്, പൊസിഷൻ ഓക്കെയാണ്. ഇതെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് ഇനിയിപ്പം ബമ്പറിൻ്റെ സെക്ഷനും കൂടെ തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം സെറ്റിങ് ചെയ്തതിന് ശേഷം വെള്ളം നോക്കണ്ടേ, ഓസൊക്കെ കറക്റ്റാണെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് റിസർവെയറിലേക്ക് വെള്ളം ഒഴിക്കാം. റിസർവെയറിലല്ല, റേഡിയേറ്ററിൽ ഡയറക്റ്റ് ഒഴിക്കാം. റിസർവെയർ അതുപോലെ തന്നെ ഫില്ല് ചെയ്യുകയും വേണം. അത് നിങ്ങൾ നോക്കണം. കാരണം ഈ ലീക്ക് വന്ന സമയത്തൊക്കെ റിസർവെയറിനായിരിക്കും മാക്സിമം പുള്ളി ചെയ്തുണ്ടാവുക. അപ്പോൾ ആ വെള്ളം നമ്മൾ തിരിച്ച് ഫില്ല് ചെയ്യണം, അത് ശ്രദ്ധിക്കണം. നമ്മൾ റിസർവെയറിൽ ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ വെക്കരുത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 1/2 ലിറ്ററായി. അപ്പോൾ ഏകദേശം 2.5 ബോട്ടിൽ, അപ്പോൾ 1 ലിറ്ററിൻ്റെ മേളിൽ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റിസർവെയർ തുറക്കുക. കഷ്ടപ്പെട്ട പരിപാടി, ഇത്രയും ചെയ്തിട്ട് ഇത് തുറക്കാനാണ് പാട്. റിസർവെയർ ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിക്കി തുറന്നാൽ മതി. നോക്കുക, കേൾക്കണ്ട, റിസർവെയറിൽ ഓൾറെഡി കുറവാണ്. റിസർവെയർ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ ഇത് മറ്റേ കൂളൻ്റ് പോയിട്ടുണ്ട്. ഇനി നമ്മൾ കൂളൻ്റ് ഇത് കുറച്ചിട്ട് കൂളൻ്റാണ് കേട്ടോ ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പം കൂളൻ്റ് കംപ്ലീറ്റ് പോയി, എൻ്റെ കയ്യിൽ വേറെ സ്റ്റോക്കില്ല. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കരുത് നിങ്ങൾ, കാരണം തുരുമ്പെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, എമർജൻസി കേസാണ്, വണ്ടി യൂസ് ചെയ്തേ പറ്റി അവിടെ എത്തിക്കണം. എന്നിട്ട് ഇനി കൂളൻ്റ് മേടിച്ചിട്ട് ഞാൻ അതിനനുസരിച്ച് കൂളൻ്റ് ഫില്ല് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഫില്ലായിട്ടുണ്ട്, ഇതും ഓൾമോസ്റ്റ് 90% ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ചെറിയ എയർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തിരിച്ചിടുക. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ കംപ്ലീറ്റ് തുരുമ്പ് കളയുന്നൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങളെ വീഡിയോ ആയിട്ട്. ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബമ്പർ സെറ്റ് ചെയ്യണം തിരിച്ച്. അപ്പോൾ ബമ്പർ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഇവിടെ ആദ്യം തന്നെ ഇവിടെ രണ്ടും കൊളുത്തുക. ഇവിടെ ഒരു ക്ലാമ്പ് ഉണ്ട്, ആ ക്ലാമ്പും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ രണ്ടും കൊളുത്തി വെച്ചാൽ ബമ്പർ അവിടെ ഇരിക്കും. എന്നിട്ട് ഇതും ഈ ഇവിടുത്തെ ബോൾട്ടും തിരിച്ചിടുക. അപ്പോൾ ജസ്റ്റ് ആ സ്റ്റാർട്ടിങ് കൂടെ ഒന്ന് കാണിച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ ന്യൂട്രലാണ് നോക്കുക. ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറക്കരുത്. ഞാനിപ്പോൾ മാറ്റി വെച്ചാണ് വണ്ടി ഒന്ന് നീക്കിയിട്ടുണ്ട്. എന്നിട്ട് നോക്കുക, ന്യൂട്രലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സെറ്റാണ്, വേറെ ലീക്കൊന്നും കാണുന്നില്ല. ഫാനൊന്നും ഇട്ട് നോക്കാം, കാരണം ഫാനാണല്ലോ ടച്ച് ചെയ്യണ്ടായിരുന്നത്. ഫാൻ ഇടണമെങ്കിൽ നമുക്ക് ജസ്റ്റ് AC ഓണാക്കിയാൽ മതി. ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇല്ല, ഫാനിൻ്റെ വയർ കണക്ട് ചെയ്തില്ല. ഓക്കെ, ഫാൻ അതാണിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ
ഈ ഫാനിൻ്റെ വയർ തിരിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കണക്ട് ചെയ്ത് വരുന്നത്. ഇത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. കണക്ട് ചെയ്ത് നമ്മളിവിടെ കൊള്ളാത്ത രീതിയിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം ഒരു റേസിംഗ് ഉണ്ടാവും, പിന്നെ അങ്ങോട്ട് സ്ലോയിൽ വരും. ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല കാറ്റുണ്ട്, പുറത്തേക്ക് നല്ല പുള്ളിങ് കാണുന്നുണ്ട്. ഫാൻ വർക്ക് കാണിക്കുന്നുണ്ട്, അവിടെയും തട്ടുന്ന സൗണ്ടൊന്നും ഇല്ല, നല്ല ഓക്കെ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഡിക്കി അടച്ച് വണ്ടി സ്റ്റാർട്ടിങ് എടുക്കാം. സോ താങ്ക് യു ഫ്രണ്ട്സ്. ഇത് ജസ്റ്റ് ഒരു ലേണിംഗ് പർപ്പസിന് വേണ്ടി ഞാൻ ചെയ്തതാണ്. കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാൻ. എൻറ്റയർലി നമ്മളായിട്ട് ചെയ്യരുത്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള നോളജ് ഇല്ല, മെക്കാനിക്സാണ് നല്ല നോളജുള്ള ആളുകൾ. അപ്പോൾ എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വീട്ടിൽ പെട്ടുപോയി വർക്ക്ഷോപ്പിൽ ആളുകളെ കിട്ടുന്നില്ല, അങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരാൻ പറയുമ്പോൾ നമുക്ക് വേറെ രക്ഷയില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ സക്സസ്ഫുള്ളായി. ഓക്കെ, അപ്പോൾ ഒരു കോൺഫിഡൻസും ഉണ്ട്. ഇപ്പോൾ നമുക്ക് എവിടെ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. വീഡിയോ കണ്ടതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അറിയാവുന്നത് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.